അവിടെ പോയി നിന്നാ നിന്റെ കുടിയിൽ നിൽക്കും, നീ നല്ലവനാവുമല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാ. ഞാൻ ഇവിടെ കുടിച്ചോട്ടാണ് ഇപ്പൊ നിക്കുന്നത്. ഇപ്പൊ അല്ല, ഇന്നലൊക്കെ കുടിച്ചോണ്ടെന്ന് എന്നോട് എന്റെ പുഷ്പ എന്നോട് പറയോടാ നിന്റെ വർഷത്തിൽ ഒരു ദിവസം ഇപ്പൊ കുടിച്ചോണ്ടല്ല നിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതെ, കുടിക്കുന്ന എന്തുകൊണ്ടാണ്? ഇവളുടെ കൂടെ ജീവിക്കണമെങ്കിൽ 2 അടിച്ചാലേ ബോധത്തോടെ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാ. അമ്മയുടെ കൂടെ ജീവിച്ചപ്പോ ഞാൻ കുടിക്കുകയല്ലായിരുന്നല്ലോ, ഇല്ലേ? ആ, അത് ശരിയാണല്ലോ. അയ്യോ, അവര് പോയി പിണങ്ങി തീർന്ന്. പിണങ്ങി പോട്ടെ, അഹങ്കാരം ഉള്ളത് അങ്ങനെ ഇരിക്കത്തില്ല. പിണങ്ങത്തൊന്നുമില്ല, ഇവര് തമ്മിൽ ഒരിക്കലും പിണങ്ങത്തൊന്നുമില്ല. പക്ഷെ നീ പോണം മോനെ, നീ ആ കോയമ്പത്തൂർ. എനിക്ക് അത് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും. പക്ഷെ അതിന് അങ്ങനെ വാശി പിടിച്ചെന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട. എന്തി നടക്കണ്? നീ കാലുകുത്തി തന്നെ കുഴപ്പാ. നിനക്ക് നിന്റെ വീട്ടിൽ കുത്തിയിരുന്നാ പോരാണോ? എന്റെ വേത്തക്ക് അച്ചാറും കൊണ്ട് ഇങ്ങോട്ട് വരണം. എന്റെ മോൻ മേടിച്ചു തരും. ഞാൻ കഞ്ഞി വെച്ച് കുടിച്ചോളാം. കൊണ്ടുപോയി നിന്റെ അച്ചാറും കൊണ്ട്. എന്ത് വീടാണ് ഇതൊരു സ്വസ്ഥത ഇല്ലാത്ത വീട്? ഈ വീടിന് ഒരു കുഴപ്പമില്ല. ആ, അച്ചാറും തൂക്കി രാവിലെ ബസ് കയറി ഇങ്ങോട്ട് പോന്നോളൂ. എന്താ ആൾക്കാരത്? തന്നെ ഉണ്ടാക്കിയതാണ് തളയ്ക്കതോ? അതുമില്ല, വല്ലവരെയും നടന്ന് മേടിച്ചോണ്ടൊന്ന് അച്ചാറ്. അവൾ അപ്പുറത്തെങ്ങാണ്ട് കൂടോത്രം ചെയ്ത അച്ചാറും കൊണ്ട് വന്നതാ. ആ അച്ചാർ ഈ മുറി കയറി വഴക്കും തുടങ്ങി. അവൾ അവിടെ ഇറങ്ങി ആ കവലയിറങ്ങി ഗീതയുടെ നിന്ന് മേടിച്ചോണ്ട് വന്നു. അത് ഇവിടെ വെച്ചു തീർന്നു. ഗീത കൊടുത്തതല്ലേ? ഗീത കൊടുത്തതായിരിക്കും. അമ്മ എന്റെ സപ്പോർട്ട് ചെയ്തോണം. എന്റെ മോന്റെ കൂടെ അല്ലാതെ അമ്മ ഈ പെമ്പിള്ളാര് പറയുന്ന കേട്ട് അതിനൊപ്പം നിന്നാലുണ്ടല്ലോ. ഞാനിപ്പോ പോകുന്നു. നീ പൊക്ക മക്കളെ. 2 പെണ്ണുങ്ങളും. എടാ, നീ പറഞ്ഞൊക്കെ കറക്റ്റാണ്. ഇല്ല, അത് പ്രശ്നമില്ല. പൈസയൊക്കെ പുഷ്പ തന്നോളൂ വളിയാ. നീ പോണെന്നാണോ പറയുന്നത്? ഓക്കെടാ, ഓക്കെ. അച്ഛാ, അല്ല എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പിടിച്ചെടുത്തിട്ട് അച്ഛനെ പിന്നെ ആ വഴിയേ കണ്ടില്ലല്ലോ. എടാ, നീ എന്തോന്നൊക്കെ പറയണേ? അച്ഛൻ അതിനേക്കാളും വലിയ ടെൻഷൻ അല്ലേ? അല്ല, എന്നാലും അച്ഛൻ കൗൺസിലിങ്ങിന് പോയാലേ എന്നെ ആരും ഉത്തരവാദിത്തം പഠിപ്പിക്കൂടി. ശരിയാ. ഓ, അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടെ നമ്മളെ ആക്കാൻ ഇറങ്ങിയതാ അല്ലേ? ആക്കാൻ വന്നതല്ല. അച്ഛൻ കൗൺസിലിംഗ് പിന്നെ എന്നെ ആരും പഠിപ്പിക്കും ലക്ഷ്യബോധം. ശരിയാ, അച്ഛൻ പോയി ഉത്തരവാദിത്തങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ഞങ്ങളെയും കൂടി പഠിപ്പിക്കാൻ. എന്നാ എന്റെ മക്കള് കേട്ടോ, അച്ഛൻ പോവാൻ പോവാ. അത് ശരി. അപ്പൊ അച്ഛന് ഉത്തരവാദിത്തം ഇല്ലാന്നാണ് അച്ഛൻ പറയണത്? അച്ഛൻ ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെ പിന്നെ എന്തിനാ വണ്ടിക്കൂലി മുടക്കി കോയമ്പത്തൂർ വരെയൊക്കെ പോകാൻ നിൽക്കുന്നത്? ഇവിടെ വന്നാ പോരെ? മതിയായിരുന്നടാ. പക്ഷെ നിങ്ങൾ 4 ഞാറുവാളികൾ വിടില്ലേ? പിന്നെ നിങ്ങളെ തള്ളയില്ലേ? നിങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് എനിക്ക് കുറച്ച് ദിവസം മനസ്സമാനത്തോടെ ജീവിക്കാൻ. അങ്ങനെ പണം അതിനാ. ആ, പക്ഷെ ഞാൻ പോയിട്ട് വരുമ്പോഴേ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളെ 4 ലക്ഷ്യബോധം പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കളി മാറാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ ഞഞ്ഞാ മുഞ്ഞാന്ന് പറഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു ലക്ഷ്യബോധത്തിൽ എത്തിക്കും. അന്നേരം ഈ മോന്തൊക്കെ ഇതുപോലെ തന്നെ കാണണേ. തന്തേ കളിയാക്കാൻ ഇറങ്ങുന്നു. നാണമില്ലല്ലോടാ. നീ ഒന്നും ഒരു ലക്ഷ്യബോധത്തിലും എത്തിയിട്ടില്ല. എന്നിട്ട് എന്നെ കളിയാക്കാൻ രണ്ടും കൂടെ. ആകാശത്തോട്ട് നോക്കണ്ട, ഇവിടെ ഞാൻ നിൽക്കുന്നത്. മാമ്പഴം തലേ വീഴൂടാ. തെങ്ങ് നിൽപ്പുണ്ട്, തേങ്ങയും കൂടെ വിടാതെ നോക്കൂ. അതിനുള്ള ലക്ഷ്യബോധം പോലും ഇല്ലല്ലോ ഒന്നിനും. അതുകൊണ്ട് മര്യാദയ്ക്ക് കളിയാക്കലൊക്കെ കൊള്ളാം. നിന്റെ തരത്തിനൊത്ത ആൾക്കാർ വേണം. തന്തേം തള്ളയൊന്നും കളിയാക്കി ഇറങ്ങല്ലേ, വിവരം അറിയും. ഇതിപ്പോ നമ്മള് കളിയാക്കാൻ വന്നിട്ട് അച്ഛൻ നമ്മളെ കളിയാക്കിയിട്ടല്ലോ. അതല്ലടി, ഇതിപ്പോ അച്ഛനങ്ങ് തീരുമാനിച്ച നന്നാവാൻ വേണ്ടി. നന്നാവട്ടെടാ. ശേ